തിരിച്ചു ജയിലിലേക്ക് പോകാൻ ഒരു പേടിയുമില്ലെന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ചു നിന്ന അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ മോദിയുടെ കാലു പിടിക്കേണ്ട ഗതികേടാണ്. ജാമ്യം നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മോദി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസും AAPയും ചേർന്ന് കളിക്കുന്ന നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് കേജ്രിവാൾ ഇപ്പോൾ ജാമ്യം നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് കേജ്രിവാൾ പുറത്തിറങ്ങിയത്. എന്നാൽ വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ജയിലിനകത്തു നിന്ന് തന്നെ കേജ്രിവാൾ നീക്കം നടത്തിയിരുന്നു എന്ന് ജയിൽ അധികൃതർ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കോടതിയെ നുണ പറഞ്ഞ് അകത്താകാതിരിക്കാനുള്ള സകല അടവുകളും പയറ്റുകയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായ തിരഞ്ഞെടുപ്പാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അഴിമതി കേസിൽ ജയിലിനുള്ളിലാവുകയും ഭരണ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്ത ഡൽഹി പോലെ രാജ്യത്തിന്റെ തലസ്ഥാനമായ നഗരത്തിൽ വലിയ രീതിയിലാണ് ഭരണത്തെ ബാധിച്ചത്. കേജ്രിവാളിന്റെ ഭരണസ്തംഭനമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് തന്നെ വലിയ നിർണായകമാണ്. കേജ്രിവാൾ ഭരണം ഡൽഹിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമെന്ന് കരുതുന്നു. ആ ഭയം തന്നെയാണ് കേജ്രിവാളിനെ തിരിച്ച് ജയിലിലേക്ക് പോകാനും അനുവദിക്കാത്തത്. മദ്യനയ കുംഭകോണ കേസിൽ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൂടി ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ കേജ്രിവാൾ ഹർജി സമർപ്പിച്ചത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും PET, CT സ്കാനും മറ്റു പരിശോധനകളും നടത്തണമെന്നും അതിനാൽ 7 ദിവസത്തേക്ക് കൂടി ജാമ്യം അനുവദിക്കണമെന്നുമാണ് കേജ്രിവാളിന്റെ ആവശ്യം. പ്രമേഹം വർദ്ധിക്കാനുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ആരോഗ്യനില വഷളാക്കാൻ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ വെച്ച് ശ്രമിച്ചിരുന്നതായി ED കണ്ടെത്തിയിരുന്നു. എന്നാൽ ജയിലിൽ കിടന്നതിന് ശേഷം കേജ്രിവാളിന്റെ ഭാരം വളരെയധികം കുറഞ്ഞെന്നും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി പരിശോധനകൾ നടത്തണമെന്നുമാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ന്യായീകരണം. മദ്യനയ അഴിമതി കേസിൽ പിടിയിലായി 50 ദിവസത്തിന് ശേഷമാണ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂൺ 1 ജയിലിലേക്ക് തിരികെ പോകാനിരിക്കെയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപാധികളോടെയായിരുന്നു സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയത്. ജൂൺ 4 ഫലം വരാനിരിക്കെ വോട്ട് ബാങ്കിൽ എന്താണെന്നറിയാൻ ആം ആദ്മി നേതാവ് പുറത്തു വേണമെന്ന പ്രവർത്തകരുടെ ആവശ്യം കൂടിയാണ് കേജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ജാമ്യത്തിനു വേണ്ടി നീങ്ങിയിരിക്കുന്നത് എന്ന തന്ത്രപരമായ നീക്കങ്ങളും ആം ആദ്മി പാർട്ടി നടത്തുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും കരുതാൻ.